വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസമായ ബുധനാഴ്ച നമ്മുടെ ഇ.പി. ജയരാജൻ്റെതായി വന്ന ഒരു പുസ്തക വിവാദം AKG സെൻറ്ററിനെയും CPM-നെയും ഇടതുപക്ഷ മുന്നണിയെയും അടിമുടി പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. DC ബുക്സ് ഇന്ന് പ്രസിദ്ധീകരിക്കാനിരുന്ന ജയരാജൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും, ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം, ഈ പുസ്തകമാണ് ഇപ്പോൾ CPM-ന്റെ അടിവേരുകളെ പിടിച്ചുകുലുക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇന്ന് ഇത് സംബന്ധിച്ച വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. ഒന്നാം പേജിൽ ടോപ്പ് ബ്രേക്കപ്പായി അവർ പ്രസിദ്ധീകരിച്ച ഈ സ്റ്റോറി അല്ലെങ്കിൽ വാർത്ത ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക്, വിവാദ വിഷയമായ, ഒരുപക്ഷെ പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാക്കാവുന്ന വിഷയങ്ങളിലേക്ക്, ഉള്ളടക്കത്തിലേക്ക് വിശദമായ തോതിൽ തന്നെ വെളിച്ചം വീശുന്നതാണ്. സെക്കൻഡ് പിണറായി ഗവൺമെൻറ് ഈസ് വീക്ക്, പാർട്ടി നെവർ ഹേർഡ് മീ ഔട്ട് എന്ന ശീർഷകത്തിലാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ഏറെക്കാലം താൻ സ്നേഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത CPM, അവിടെ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ, അതുപോലെ പാർട്ടിയും സർക്കാരും അടിമുടി മാറേണ്ടതിൻ്റെ ആവശ്യകത, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ദൗർബല്യങ്ങൾ, അതുപോലെ പാലക്കാട് CPM സ്ഥാനാർത്ഥിയാക്കിയ P. സരിൻ ഒരു അവസരവാദിയാണെന്ന പരാമർശം, ഇതൊക്കെയാണ് ഇന്ന് പുറത്തു വന്ന വാർത്തയിലെ പ്രധാന ഉള്ളടക്കം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായി വന്ന വാർത്ത. ഇന്ന് DC ഇത് പ്രസിദ്ധീകരിക്കാൻ നിശ്ചയിച്ചിരുന്നതാണ്. അതിൻ്റെ കവർ സഹിതമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കവറിൽ നാം കാണുന്നത് EMS-ഉം E.P. ജയരാജനും രണ്ടുപേരും ചേർന്നുള്ളൊരു ചിത്രമാണ്. പല അപ്രിയ സത്യങ്ങളും തുറന്നു പറച്ചിലുമായി E.P. ജയരാജൻ്റെ ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഉടനെ പ്രസിദ്ധീകരിക്കുന്നുവെന്ന് DC ബുക്സ് ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, അവരുടെ ഫേസ്ബുക്ക് പേജിലും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച മുൻകൂർ പരസ്യം നൽകിയിരുന്നതാണ്. അതിൻ്റെ പിന്നാലെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. ഇത് വളരെ സ്വാഭാവികമാണ്. വിവാദ വിഷയമാകാവുന്ന സ്തോഭജനകമായ വിവരങ്ങളുള്ള ആത്മകഥകൾ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം, അതൊക്കെ സാധാരണഗതിയിൽ പത്രമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ E.P. ജയരാജൻ്റെ പുസ്തകം സംബന്ധിച്ച് ഒന്നാം പേജിൽ നൽകിയത്. ഇതിൻ്റെ ഉള്ളടക്കം വാസ്തവത്തിൽ CPM-നും CPM നേതൃത്വത്തിനും തീരാ തലവേദന സമ്മാനിക്കുന്നതാണ്. ഇതൊരു ആദ്യത്തെ അനുഭവമല്ല. പ്രത്യേകിച്ച് E.P. ജയരാജൻ, നമ്മുടെ ചിറ്റപ്പൻ, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് നടക്കുന്ന ദിവസമാണ് അദ്ദേഹം BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന ഒരു വസ്തുത കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞത്. ഇത്തരത്തിൽ പാർട്ടിയെ മക്കറാക്കുന്നത് E.P. ജയരാജൻ മാത്രമല്ല. 2012 നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് പാർട്ടിയിലെ സമുന്നത നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ഇതിന് സമാനമായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. വളരെ നിർണായകമായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പ്. CPM-ൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയ ഒരാൾ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക. അതുമാത്രമല്ല, അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ UDF-ൻ്റെ 2 വോട്ട് എന്ന ഭൂരിപക്ഷം 3 വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ആ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നടക്കുന്ന ദിവസം VS എന്താ ചെയ്തത്? 52 വെട്ടേറ്റ് മരിച്ച TP ചന്ദ്രശേഖരൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ വിധവ രമയെ ആശ്ലേഷിക്കുന്ന ഒരു ചിത്രം. അദ്ദേഹം അവിടെ പ്രത്യേക പ്രതികരണങ്ങളൊന്നും പറഞ്ഞില്ല. ഈ ഒരു ചിത്രം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആ തെരഞ്ഞെടുപ്പിൽ അതെല്ലാവരും ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ്. അതുപോലെയാണ് ഇപ്പോൾ ജയരാജൻ ഈ തെരഞ്ഞെടുപ്പ് ദിവസം, പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാതിരിക്കുന്നേ ഉള്ളൂ, മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ പോളിംഗ് ദിവസം ഈ വിവാദ ബോംബ് അല്ലെങ്കിൽ പുസ്തക ബോംബ് പുറത്തു വരുന്നതിന് കാരണക്കാരനായിരിക്കുന്നത് അദ്ദേഹമല്ല പുറത്താക്കിയത്. അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹം എഴുതി DC ബുക്സിനെ ഏൽപ്പിച്ച പുസ്തകം, അത് സംബന്ധിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത, അതാണ് ഇപ്പോൾ CPM-ന് ഒരു വല്ലാത്ത വിനയായി മാറിയിരിക്കുന്നത്. ഇതിലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി P. സരിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ
ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം ഒരു അവസരവാദിയാണെന്നാണ് ജയരാജൻ പറയുന്നത്. തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയായിട്ട് തനിക്ക് സീറ്റ് കിട്ടുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ മോഹിച്ചിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ ഇരുട്ടി വെളുത്തപ്പോഴേക്കും അദ്ദേഹം മറുകണ്ഠം ചാടി നമ്മുടെ പാർട്ടിയിൽ വന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായി. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ച് പാർട്ടി വിട്ട് നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നവർ വയ്യാവേലികളാണ് എന്ന ഓർമ്മ വേണം എന്ന് ജയരാജൻ പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സരിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും അവിടെ അദ്ദേഹം PV അൻവറെയും സ്മരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത് സ്വതന്ത്ര MLA ആക്കിയതാണ്. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയ ഏടാകൂടങ്ങൾ, ഈ പാർട്ടിക്കുണ്ടാക്കിയ നാശനഷ്ടങ്ങൾ, അത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയോ എന്ന സംശയവും EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട്. തനിക്കെതിരെ CPM ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് EP ജയരാജൻ ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് പ്രധാനമായിട്ടും അദ്ദേഹത്തെ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ സ്ഥാനത്തു നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. താൻ ഇല്ലാത്ത ഒരു പാർട്ടി സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. തൻ്റെ ഭാഗം കേട്ടില്ല. ഇക്കാര്യത്തിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാക്കാൻ പാർട്ടി തയ്യാറായില്ല. തൻ്റെ അഭാവത്തിലൊരു തീരുമാനമെടുത്തു തനിക്കെതിരായിട്ട്. താൻ കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്, തനിക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവേണ്ട അവിടെയാണ്. പക്ഷെ അതുപോലും മറികടന്നുകൊണ്ട് ഇവിടെ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. അതിന് നിദാനമായി പറഞ്ഞ ഈ ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അത് വെറും ഒരു സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നു ചെറുമകൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഈ ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, BJPയിൽ ചേരുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് ഡൽഹിയിൽ അവർക്കൊപ്പം പോയി എന്നൊക്കെ പറയുന്നത്, അത് ശുദ്ധ പച്ച നുണയാണെന്ന് ഈ പുസ്തകത്തിൽ EP ജയരാജൻ പറയുന്നുണ്ട്. ഈ തീരുമാനം LDF കൺവീനർ സ്ഥാനത്തു നിന്ന് താൻ അറിയാതെ തന്നെ മാറ്റിയ നിശ്ചയം, അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തുവെന്ന് പുസ്തകത്തിൽ EP ജയരാജൻ സങ്കടത്തോടുകൂടി വിവരിക്കുന്നു. പാർട്ടിയിലും ഭരണത്തിലും കാര്യമായ അഴിച്ചുപണി ഉണ്ടായേ പറ്റൂ. അഴിച്ചുപണിയും അല്ലെങ്കിൽ തിരുത്തും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, പ്രായോഗികമായിട്ട് അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ പാർട്ടിക്കും സർക്കാരിനും ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വൈദേഹം എന്ന അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായിട്ട് വന്ന വിവാദങ്ങൾ, അത് പാർട്ടിയിൽ അദ്ദേഹത്തിനെതിരെ വലിയ പ്രചാരണം ഉണ്ടാക്കിയതാണ്. അതിനെപ്പറ്റി താൻ നേതാക്കളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതിന് ഏറ്റവും അവസാനത്തെ തൃശ്ശൂർ പൂരം കലക്കൽ, അതുപോലെ നീലേശ്വരത്തെ വെടിക്കെട്ട് അപകടം, അത് ഏറ്റവും അടുത്ത സമയത്തുണ്ടായതാണ്. അതിനെപ്പറ്റി വരെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത വന്നതോടെ സ്വാഭാവികമായിട്ടൊരു വിവാദമാകുമല്ലോ. അപ്പോൾ ജയരാജൻ ഈ വാർത്തയെ അപ്പാടെ നിഷേധിക്കുകയാണ്, 100% നിഷേധിക്കുകയാണ്. അദ്ദേഹം കാണുന്ന ഏക സത്യം ആ വാർത്തയിലുള്ളത് താൻ ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നത് മാത്രമാണ്. അത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല, എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് DC ബുക്സിന് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിട്ടില്ല, അവരുമായി യാതൊരു കരാറും ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് ഈ പുസ്തകത്തിൻ്റെ DTP കോപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊടുത്തിട്ടില്ല. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. താൻ എഴുതാത്ത പുസ്തകമാണ്, താൻ അറിയാത്ത ഉള്ളടക്കമാണ്. തന്നെയും പാർട്ടിയെയും കുഴപ്പത്തിലാക്കാൻ ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ വാർത്തയാണിത്. അല്ലാതെ ഈ പുസ്തകം പുറത്തിറങ്ങുന്നതിനെ പറ്റി അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല. അദ്ദേഹം ചോദിക്കുന്നത്, എൻ്റെ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ അറിയണ്ടേ? എൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ഞാൻ അറിയാതെയാണോ? അത് പുറത്തിറക്കുന്നത് ഞാനല്ലേ? അത് DC അല്ലല്ലോ തീരുമാനിക്കുക. ഇതിനൊരു കവർ പോലും തയ്യാറാക്കിയതായിട്ട് എനിക്കറിവില്ല. അത് മാത്രമല്ല, കട്ടൻ ചായയും പരിപ്പ് വടയും എന്ന ശീർഷകം അതാരാണ് തീരുമാനിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ആത്മകഥയ്ക്ക് അങ്ങനെ ഒരു ശീർഷകം തലക്കെട്ട് ഞാനിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ വക കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. DC-ക്കെതിരെ നിയമ നടപടികളുമായി പോകുമെന്ന് അദ്ദേഹം പറയുന്നു. DC-യെ തള്ളി പറയുന്നു, പുസ്തകത്തെ തള്ളി പറയുന്നു, ആത്മകഥയെ തള്ളി പറയുന്നു. ആകെക്കൂടെയുള്ളൊരു വസ്തുത, ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഈ ഗർഭം എൻ്റേതല്ല എന്ന് ഏതോ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗാണ്. അത് ഇതേപ്പറ്റി കേട്ടപ്പോൾ ഒരു സുഹൃത്ത് രാവിലെ വിളിച്ചപ്പം പറഞ്ഞ ഒരു ട്രോളാ, ഈ ഗർഭം എൻ്റേതല്ല. അതുപോലെയാണ് ജയരാജൻ പറയുന്നത്, ഈ ആത്മാവ് എൻ്റേതല്ല, അല്ല ഈ ആത്മകഥ എൻ്റേതല്ല, ഞാൻ അറിയാത്ത എൻ്റെ ആത്മകഥയാണ്, ഞാൻ എഴുതാത്ത എൻ്റെ ആത്മകഥയാണ്.
ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൽ വിവിധ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ പേജുകൾ ചിലതൊക്കെ ടൈംസ് ഓഫിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ നീലേശ്വരപ്പിനെ കുറിച്ച് വരെ പറയുന്നുണ്ട്. നീലേശ്വരപ്പ് ഏറ്റവും അവസാനം നടന്നൊരു കാര്യമാണ്. അതുവരെ ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ അത് എഴുതി തീരാത്ത പുസ്തകമല്ലല്ലോ, എഴുതി തീർന്നതാണല്ലോ, പൂർത്തിയായ ആത്മകഥയാണല്ലോ, അല്ലെന്ന് ആർക്ക് നിഷേധിക്കാൻ സാധിക്കും? ഈ ഒരു പുസ്തകം എഴുതുക എന്നൊക്കെ പറയുന്നതേ അത്ര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമൊന്നുമല്ല. നല്ല പാടുള്ള ഒരു ജോലി തന്നെയാണ്. DC എന്ന് പറയുന്ന പുസ്തക പ്രസാധനശാല ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന പബ്ലിഷേഴ്സിൽ ഒരാളാണ് DC. അവർ EP ജയരാജൻ എഴുതാത്ത അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കും എന്ന് ആർക്കെങ്കിലും കരുതാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ അനുമതി ഇല്ലാതെ ഈ പുസ്തകം തയ്യാറാക്കും. കവർ തയ്യാറാക്കി, പേജുകൾ തയ്യാറാക്കിയിരിക്കുന്നു, ഇനി അച്ചടിച്ചാൽ മതി. EP അറിയാതെ ഇത് DC ചെയ്യുമോ? എങ്ങനെയാണ് DC കൈവശം ഇതിൻ്റെ ഉള്ളടക്കം, ഇതിൻ്റെ കണ്ടന്റ്, അത് മാനുസ്ക്രിപ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ DTP കോപ്പി ആകട്ടെ, അതെങ്ങനെയാണ് എത്തിയത്? ഒരു ദിവസം രാവിലെ രവി DC ഓഫീസിലേക്ക് വരുന്നു. അദ്ദേഹം തൻ്റെ കയ്യിൽ ധരിച്ചിട്ടുള്ള ഒരു മാന്ത്രിക മോതിരത്തിലൊന്ന് തടവിയിട്ട് EP ജയരാജൻ്റെ ആത്മകഥ വരട്ടെ എന്ന് പറഞ്ഞ ഉടനെ ഉണ്ടാവുന്നതല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മകഥ. കട്ടൻ ചായയും പരിപ്പുവടയും അങ്ങനെ ഒരു പുസ്തകം സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമോ? എഴുതപ്പെടാത്തൊരു പുസ്തകം, എഴുതി തീർക്കാത്തൊരു പുസ്തകം അച്ചടിക്കാനും പുസ്തകമാക്കാനും DC പോലൊരു സ്ഥാപനം തയ്യാറാവുമോ? കരാറില്ലാതെ അല്ലെങ്കിൽ മുൻ ധാരണകളില്ലാതെ ഒരു പുസ്തകം അത് ആരുടേതുമാവട്ടെ അച്ചടിക്കാൻ DC തയ്യാറാകുമോ? പ്രത്യേകിച്ച് EP ജയരാജൻ്റേതാവുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ളപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് DC പോകുമോ? നമുക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു നിഷേധമാണ് ഇവിടെ ജയരാജൻ നടത്തിയിരിക്കുന്നത്. കോമ്രേഡ് ജയരാജ, ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിലേക്ക് അതിൻ്റേതായ രീതിയുണ്ട്. ഏത് ചെറിയ പ്രസാധകരാണെങ്കിൽ പോലും ഒരു മോഷണ വസ്തു പ്രസിദ്ധീകരിക്കില്ല. ചിലപ്പോൾ കയ്യെഴുത്ത് പ്രതികൾ എഡിറ്റിങ്ങിന് വിധേയമാക്കും പുസ്തകശാലകളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് പോലും ആ എഴുത്തുകാരനെ, രചയിതാവിനെ കാണിച്ച് അംഗീകാരം വാങ്ങാതെ ആരും പ്രസിദ്ധീകരിക്കുകയില്ല, ആരും എഴുതി ചേർക്കില്ല. പ്രത്യേകിച്ച് DC സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ കണ്ടന്റിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം അത് എഴുതിയ ആളിനാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങ് ഈ വൈദേഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അതൊരു റിസോർട്ടല്ല, അത് മാധ്യമങ്ങൾ അങ്ങനെ എഴുതി പിടിപ്പിച്ചതാ. ഞാനവിടെ കുറച്ച് മുറി ഉണ്ടാക്കിയത് പാർട്ടി നേതാക്കൾക്ക് താമസിക്കാനാണെന്ന്. കത്തോലിക്ക സഭയിൽ വൈദികർക്ക് സ്വന്തം ഭവനങ്ങളില്ല, അവർ വീട് ഒക്കെ ഉപേക്ഷിച്ച് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് വാർദ്ധക്യകാലത്ത് താമസിക്കാൻ പ്രീസ്റ്റ് ഹോംസ് ഉണ്ടാക്കും. ഏതാണ്ട് അതുപോലെ പാർട്ടി നേതാക്കൾക്ക് താമസിക്കാൻ വേണ്ടി താൻ ഉണ്ടാക്കിയ മുറികളാണ് അല്ലെങ്കിൽ കെട്ടിടമാണ് വൈദേഹം എന്നൊക്കെ രവി DCയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ സ്റ്റാഫിലുള്ളവർ ആരെങ്കിലും എഴുതി ചേർക്കുമോ? ജയരാജ, താങ്കളല്ലാതെ അങ്ങനൊരു വിശദീകരണം കൊടുക്കാൻ തക്ക ശേഷിയുള്ള ആരാണ് ജയരാജ ഉള്ളത്? താങ്കൾ ജനങ്ങളോട് പറയുമ്പോൾ ഇത് ഞാൻ എഴുതിയാലും എനിക്കിതറിയില്ല, ഈ കണ്ടന്റിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയുമില്ല എന്ന് പറയുമ്പോൾ അല്പമൊക്കെ ഒരു വിശ്വസനീയത ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. ഈ പുസ്തകം ഒരു വലിയ വിവാദമായതോടെ ഇതിൻ്റെ പ്രകാശനം തൽക്കാലത്തേക്കില്ല എന്ന് DC അവരുടെ ഫേസ്ബുക്കിൽ അറിയിച്ചിരിക്കുകയാണ്. നിർമ്മിതിയിലുണ്ടായ ചില സാങ്കേതിക തകരാറുകളാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. ഒരു പുസ്തകത്തിൻ്റെ കണ്ടന്റ് അത് മുൻകൂട്ടി പുറത്തു വരുന്നു, അത് എഴുതിയ ആൾ തന്നെ വിവാദമാക്കുന്നു. അപ്പോൾ ഉടൻ പ്രസിദ്ധീകരിക്കുക അത്ര പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പ്രകാശനം നീട്ടിവെച്ചിരിക്കുക. അവരുടെ കണ്ടന്റിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പുറത്ത് വന്ന കണ്ടന്റ് തന്നെയാണോ ആ പുസ്തകത്തിൻ്റേത് എന്ന്, അത് EP ജയരാജൻ എഴുതിയതാണോ എന്ന് ആ പുസ്തകം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് DC അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എനിക്ക് CPMലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നേതാവാണ് EP ജയരാജൻ. വ്യക്തിപരമായിട്ട് വളരെ അടുപ്പവും ബന്ധമുണ്ട്. അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായിട്ട് കുടുക്കിലാവുന്നത് കാണുമ്പോൾ സങ്കടവും തോന്നുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. ഇത് പോളിംഗ് ദിവസമാണ് വന്നത്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്.
ഏതാണ്ട് ഏരിയ യോഗങ്ങളൊക്കെ തീരാറായി. ഇനി ജില്ല മുതൽ മുകളിലോട്ട് എടുത്തിട്ട് അലക്കാനുള്ളൊരു ഒന്നാം തരം വിഷയം പാർട്ടിയിലെ സഖാക്കൾക്ക് കിട്ടിയിരിക്കുക. ഒന്ന് ആലോചിക്കുമ്പോൾ ഈ പാർട്ടി ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത് ബുദ്ധിനാശം സംഭവിച്ച ചില ആളുകളാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു പ്രചാരണ വീഡിയോ പ്രത്യക്ഷപ്പെടുകയാണ്. ഒന്നാലോചിച്ച് നോക്കി, എന്താ ഇതിൻ്റെ അർത്ഥം? ആദ്യം പറഞ്ഞു ഈ പേജ് ഞങ്ങളുടേതല്ല, ഈ ഗർഭം ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞതുപോലെ ഈ പേജ് ഞങ്ങളുടേതല്ല, അതൊരു വ്യാജനാണ്. പിന്നീട് പറഞ്ഞു പേജ് ഞങ്ങളുടെയാ, ഇത് ഹാക്ക് ചെയ്തതാണ്. പിന്നെ പറഞ്ഞു ഹാക്ക് ചെയ്തതല്ല, ഞങ്ങളുടെ ഒരു അഡ്മിൻ ഇതിനകത്ത് അടിച്ചു കയറ്റിയതാ. ഇതൊക്കെ CPM-ൽ പണ്ട് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊക്കെ ഒരു പഴയ പ്രയോഗം ഉപയോഗിച്ച് പഴകിയതാ. എങ്കിൽ പോലും അതാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത്. ചേട്ടാ, CPM-ൽ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ KPCC-യിൽ ഒരു എക്സിക്യൂട്ടീവ് അംഗം കയറിയിരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുന്ന പോലെയല്ലേ അവരുടെ ഫേസ്ബുക്ക് പേജിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സാഹിത്യം അല്ലെങ്കിൽ പ്രചാരണ വീഡിയോ വരുന്നത്? അതുപോലെ തന്നെ അൻവറിൻ്റെ അനുഭവം നമ്മുടെ തലയ്ക്ക് മുകളിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുക. ഏത് പുറത്തുനിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഈ പുസ്തകത്തിൽ നമ്മുടെ EP പറയുന്ന പോലെ വയ്യാവേലികളാണെന്ന് അൻവർ നമ്മെ പേർത്തും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിലെയും പ്രധാന നേതാവായിരുന്നു പിണറായി വിജയനെ നിരന്തരം ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്.